BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തൃത്താല കപ്പൂരിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിലാണ് ഒച്ചുകളെ വ്യാപകമായി കണ്ടെത്തിയത്. ഒച്ചുകൾ സമീപത്തെ വീടുകളിലേക്കും പൊതുപാതകളിലേക്കും കൂട്ടത്തോടെ ഇഴഞ്ഞു കയറുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വേനൽ മാറി മഴ പെയ്യാൻ തുടങ്ങിയതോടെയാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വർദ്ധിക്കുന്നത്. തൃത്താല കപ്പൂർ പഞ്ചായത്തിലെ എറവക്കാട് മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോട്ടത്തിൽ നിന്നുമാണ് ഒച്ചുകൾ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും എത്തുന്നത്. സന്ധ്യ കഴിയുന്നതോടെയാണ് ഇവ കൂട്ടമായി പുറത്തിറങ്ങുന്നത്. പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇവ വ്യാപകമായി വിളകൾ നശിപ്പിക്കുന്നുണ്ട്. വാഴ, മഞ്ഞൾ, ചേമ്പ് തുടങ്ങിയ കൃഷികളെയാണ് ഇവ പ്രധാനമായും ബാധിക്കുന്നത്. തെങ്ങിൻ തടങ്ങളിലും ഇവ കൂടുതലായി കാണപ്പെടുന്നത്. കൃഷിയിടങ്ങൾക്ക് പുറമെ വീടുകളുടെ മുറ്റം, ചുമരുകൾ, വരാന്തകൾ എന്നിവിടങ്ങളിലും ഇവ താവളമുറപ്പിച്ചിരിക്കുകയാണ്. ഈർപ്പമുള്ള ജൈവാവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും മരങ്ങൾ തിങ്ങി നിൽക്കുന്ന സൂര്യപ്രകാശം കടക്കാത്ത ഇടങ്ങളിലുമാണ് ഇവ പെരുകുന്നത്. ആഫ്രിക്കൻ ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രാദേശികമായി മിത്രജീവികൾ ഇല്ലാത്തതാണ് ഇവ ഇത്രയധികം പെരുകാൻ കാരണമെന്ന് കൃഷി വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. ഏകദേശം 1 വർഷത്തോളമായി പ്രദേശത്ത് ഒച്ചുകളെ കണ്ടുവരുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് സ്ഥിതി ഇത്രയും രൂക്ഷമായത്. ഒച്ചുകളെ നശിപ്പിക്കാനായി പ്രതിദിനം 4-5 പാക്കറ്റ് ഉപ്പാണ് വീട്ടുകാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഓരോ ദിവസവും കഴിയുന്തോറും ഇവയുടെ എണ്ണം കൂടി വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ രാത്രി നേരം വെളിച്ചാൽ സമയത്ത് 5 മണി വരെ ഭയങ്കര വീടിൻ്റെ ഇതിലൊക്കെ കംപ്ലീറ്റ് മെറ്റൽ വരത്തിയ പോലെ നോക്കും. അപ്പോൾ ഞങ്ങളിത് എന്താണെന്ന് നോക്കും, ഈ ഒച്ചുകളാണ്. അങ്ങനെ ആദ്യം കുറച്ചൊക്കെ ആയിരുന്നു, പിന്നെ കൂടുതലായി. അപ്പോൾ ഞങ്ങൾ ഉപ്പ് പിടിച്ച് അടുത്തുള്ള ആൾക്കാരെല്ലാവരും വിളിച്ച് രാത്രി ഒരു 9 മണി മുതൽ ഞങ്ങളൊരു 11 മണി വരെ ഉപ്പിടും. നേരം വിളിച്ചായാൽ ഇത് കംപ്ലീറ്റ് ചത്തിട്ട് വെള്ളമായിട്ട് ഒലിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പറക്കി ഒരു ഭാഗത്ത് കൊണ്ട് കൂട്ടും, പിറ്റേ ദിവസം വേറെ സ്ഥലത്തും ഭയങ്കരമായ ഗന്ധൽ വരിക. അതാണ്. പിന്നെ ഈ തെങ്ങിൻ്റെ കടക്കെന്നാണ് വരുന്നത്, ചകിരി ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നാണെന്നാണ് ഉദ്ദേശം. ഏതൊരു വളത്തിൽ നിന്ന് വന്നാണ്. ഒരു 1.5 വർഷം മുമ്പ് കോഴിവളം ഇറക്കി അതിൽ നിന്നാണെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. വീടുകളിലേക്ക് പോലും ഒച്ചുകൾ വ്യാപകമായി കയറാൻ തുടങ്ങിയതോടെ പകർച്ചവ്യാധി ഭീഷണിയും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. M5 ലൈവ്, പാലക്കാട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.